നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു. എന്തുകൊണ്ട് സയന്റിഫിക് ടെമ്പർ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനിപ്പം കർത്താവ് ചെയ്ത വലിയൊരു സാക്ഷ്യം ജനങ്ങളുടെ മുൻപിൽ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഒരു പ്രയർ YWCA തൃശ്ശൂർ നടന്ന ഒരു പ്രയറിൽ ടിനുപാസ്റ്ററിന്റെ പ്രയറിൽ കൂടാനായിട്ട് കർത്താവ് സഹായിച്ചു. പ്രയറിന്റെ ഇടയ്ക്ക് ടിനുപാസ്റ്റർ അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് എന്റെ നേർക്ക് കൈ ചൂണ്ടയും ഞാൻ അങ്ങോട്ടേക്ക് പാസ്പോർട്ട് ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പാസ്റ്ററിന്റെ അടുത്തോട്ട് ഇറങ്ങി വന്ന് ചോദിച്ചു സ്പെയിനുമായിട്ട് എന്താണ് ഒരു റിലേഷൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഫാദറിന്റെ പേരാണ് സ്പെയിൻ എന്നുള്ളത്. അത് കഴിഞ്ഞ് പാസ്റ്ററിന്റെ പാസ്പോർട്ട് മേടിച്ച് ഇതിനകത്ത് വേറെ വിസ ഒന്നുമില്ലല്ലോ, ഒരു വിസ ഇല്ലല്ലോ. You look at this page 6. Your visa is there. ഇതിൽ 6ാമത്തെ പേജിലായിട്ട് വിസ അടിച്ചു വരും എന്ന് പറഞ്ഞ് ജർമ്മനിയിലേക്കുള്ള വിസ 6ാമത്തെ പേജിലായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. 6-7 പേജുകളിലായിട്ട് ജർമ്മനിക്കുള്ള വിസ അടിച്ചു വന്നു. എന്തുകൊണ്ടാണ് ഈ ബ്ലാസ്ഫമി നമ്മൾ ചെയ്യുന്നത്? ബ്ലാസ്ഫമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവിമർശനം എന്നുള്ളതാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് മതനിന്ദ തന്നെ. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇങ്ങനെ ഒരു വീഡിയോ, ഈ വീഡിയോയുടെ സന്ദേശം എന്താണ്? ഏതോ ഒരു പാസ്റ്റർ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒരാളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട് എന്ന് പാസ്റ്റർ അറിയുന്നു. ഓ വാവ്, പാസ്റ്റർ അറിയുന്നു. എന്നിട്ട് അതിനകത്ത് വിസ അടിച്ചു വരുന്നത് ജർമ്മനി, സ്പെയിനോ ഏതാണ്ട് കുറേ ഇത് കേട്ടോണ്ടിരിക്കുന്ന കുറേ ആളുകൾ, എന്നിട്ട് ഇതനുസരിച്ച് പൈസ കൊടുക്കുന്ന കുറേ ആളുകൾ. ഇതൊക്കെ നോക്കൂ, നല്ല വിദ്യാഭ്യാസവും ഉയർന്ന ജീവിത നിലവാരമൊക്കെ ഉള്ള ആളുകളാണ് സംസാരിക്കുന്നത്. കേൾക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ കഴിയും ഈ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചിന്താ രീതി തന്നെ ഉൾട്ടയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മതനിന്ദ നടത്താതിരിക്കുന്നത്?